സ്വാഗതം. കാണാത്തതും കേൾക്കാത്തതും. ഇത് സംസ്ഥാന സർക്കാരിൻ്റെ വ്യക്തമായ സ്റ്റേറ്റ്മെൻ്റ് ആണോ? ഒളിച്ചുകളി നിർത്തി തുറന്നു പറഞ്ഞാലും ക്രൈസ്തവ സമുദായത്തിൻ്റെ ആവശ്യങ്ങൾ അംഗീകരിക്കില്ലെന്ന്, അവസരം കിട്ടുമ്പോഴൊക്കെ സമുദായത്തിൻ്റെ താല്പര്യത്തിന് വിരുദ്ധമായി ചെയ്യുമെന്ന്, കൂടുതൽ പേരുള്ള ന്യൂനപക്ഷത്തെ മാത്രമേ ഗൗനിക്കുന്നുള്ളൂ, അവരുടെ ആവശ്യത്തിന് വില കൽപ്പിക്കുന്നുള്ളൂ എന്ന് തുറന്നു പറഞ്ഞില്ലെങ്കിലും ഇടതു സർക്കാരിൻ്റെ ഉള്ളിലിരിപ്പും സമീപനവും അതുതന്നെയാണെന്ന് ക്രൈസ്തവർക്ക് കരുതേണ്ടി വന്നിരിക്കുന്നു. വ്യക്തമായ അനുഭവങ്ങളാൽ ക്രൈസ്തവരുടെ വിശുദ്ധ ദിനങ്ങളെയും അവസരങ്ങളെയും അനാവശ്യമായി പ്രവൃത്തി ദിനങ്ങളാക്കാനുള്ള നീക്കം ആവർത്തിക്കുന്നു. അങ്ങനെയൊരു ദ്രോഹ നീക്കം മുമ്പ് നടന്നിട്ട് മാസങ്ങളെ ആയുള്ളൂ. ഇപ്പോഴിതാ വീണ്ടും ക്രിസ്മസിനെയും സർക്കാർ പിടികൂടിയിരിക്കുന്നു. ഇത് ക്രൈസ്തവ ദ്രോഹമാണെന്ന് അറിയാഞ്ഞല്ല, ഈ ദ്രോഹം നാടിൻ്റെ മഹാപുരോഗതിക്ക് അത്യാവശ്യമായിട്ടുമല്ല. സ്വന്തം രാഷ്ട്രീയ അഹന്തയും ഗൂഢലക്ഷ്യങ്ങളും ക്രൈസ്തവ സമൂഹത്തിന് മേൽ പ്രയോഗിക്കാമെന്ന ധൈര്യത്തിൽ തന്നെ ചെയ്യുന്നതാണിത്. എങ്കിലും സർക്കാർ അത് തുറന്നു പറഞ്ഞാൽ തെറ്റിദ്ധാരണയുള്ള കുറെ ക്രൈസ്തവർക്കെങ്കിലും ആശാഭംഗം ഒഴിവാക്കാം. കേരളം ഭരിക്കുന്നത് ജനാധിപത്യ സർക്കാരാണെന്ന ധാരണ നിമിത്തമുണ്ടായ ആശാഭംഗം. ഒരേപോലുള്ള സാഹചര്യത്തിൽ രണ്ട് സമൂഹങ്ങളോട് രണ്ടു തരം സമീപനം, സ്കൂൾ സമയം മാറ്റുന്നതടക്കം പുരോഗമനത്തിന്റെ മഹാവിപ്ലവങ്ങൾ ഈ നിമിഷം നടപ്പാക്കുമെന്ന് ചെണ്ട കൊട്ടി പ്രഖ്യാപിച്ച സർക്കാരും വിദ്യാഭ്യാസ മന്ത്രിയും മുസ്ലിം സംഘടനയുടെ ആജ്ഞയ്ക്ക് കീഴടങ്ങി. പുരോഗമനവുമില്ല, വിപ്ലവവുമില്ല. മതപഠനം തടസ്സപ്പെടുത്തുന്ന ഒന്നിനും സർക്കാർ ഇല്ല പോലും. മതകാര്യങ്ങൾ എന്ന് CPM നയിക്കുന്ന സർക്കാർ പറഞ്ഞാൽ അതിന് ഒറ്റ അർത്ഥമേയുള്ളൂ എന്നാണോ? ഇസ്ലാമിക മതകാര്യങ്ങൾ അല്ലെങ്കിൽ മദ്രസ പഠനം എന്ന ഏക അർത്ഥം. ആ കാര്യങ്ങൾ തടസ്സപ്പെടുന്നതിൽ മാത്രമാണോ ഇടതുപക്ഷ പുരോഗമന സർക്കാരിൻ്റെ ആദ്യം മുഴുവൻ? ഇതേ സർക്കാരാണ് ക്രിസ്തുമസ് ഞായറാഴ്ച ക്രിസ്മസ് തിരുക്കർമ്മങ്ങളുടെ അവസരത്തിൽ വിദ്യാർത്ഥികൾക്ക് NSS ക്യാമ്പ് നടത്താൻ ആദിയും മടിയുമില്ലാതെ തീരുമാനമെടുത്തത്. അതും കുഞ്ഞുങ്ങളുടെ മതപരമായ അവകാശങ്ങളും ആവശ്യങ്ങളും നിഷേധിക്കൽ തന്നെയാണെന്ന് മനസ്സിലാകാത്ത ന്യൂനബുദ്ധികളാണോ തീരുമാനങ്ങൾ എടുക്കുന്നത്? മുസ്ലിങ്ങളുടെ മതപഠനം തടസ്സപ്പെടുന്ന ആരെങ്കിലും മുരണ്ടു പറഞ്ഞാൽ ഇടതു സർക്കാരിന് വിറയൽ. ക്രൈസ്തവരുടെ തിരുക്കർമ്മങ്ങൾ ക്രിസ്തുമസ് ദിനത്തിലേതുപോലും കുട്ടികൾക്ക് മുടക്കുന്ന പരിപാടികൾ തീരുമാനിക്കാൻ ധാർഷ്ട്യം. പൊതുജനത്തോട് കാട്ടുന്ന ധിക്കാരവും അതിക്രമവും ഇസ്ലാമിക സമൂഹത്തോട് കാട്ടുവാൻ CPM നേതാക്കൾ വേറെ ജനിക്കണം, സർക്കാരും വേറെ ഉണ്ടാകണം. ലക്ഷ്യത്തിനു വേണ്ടി ഏതു മാർഗവുമാകാമെന്ന് കരുതുന്ന തീവ്ര മതവാദികളോട് പൊരുതാനും കേരളത്തിലെ CPM നേതൃത്വം തണ്ടല്ലു മാറ്റിവെക്കേണ്ടി വരും. അവരെ ഒന്ന് നേരിടാൻ ചങ്കൂറ്റമില്ലെങ്കിൽ എന്താ? മത്സ്യത്തൊഴിലാളി സമരത്തിന്റെ പേരിൽ ലത്തീൻ സമുദായ അംഗങ്ങളെ തീവ്രവാദികളെന്ന് വിളിക്കുവാനും ദ്രോഹിക്കുവാനും കാട്ടിയ ധീരത അവാർഡിന് പോകുന്നത് തന്നെ. പൊതു സിവിൽ നിയമത്തിന് കേന്ദ്ര സർക്കാർ നീക്കം നടത്തുമ്പോൾ അതിനെ എതിർക്കാൻ കേരളത്തിൽ ഇടതുപക്ഷവും മറുപക്ഷവും ഒന്നിക്കുന്നതും ഇക്കൂട്ടരുടെ മാത്രം വികാരം കണക്കിലെടുത്ത് അതിനായ ആവേശത്തോടെ സർക്കാർ സുപ്രീം കോടതി കയറുന്നു. ഇതിൽ കൂടുതൽ എങ്ങനെയാണ് ഒരു സർക്കാർ മതപ്രീണനവും മതപക്ഷപാതവും പുറത്തെടുക്കുക? ഏത് വിഭാഗത്തിൻ്റെയും ആശങ്കകൾ രാഷ്ട്രീയ കക്ഷികളും സർക്കാരും കണക്കിലെടുക്കുക തന്നെ വേണം. പക്ഷേ ഒരു വിഭാഗത്തോട് ധിക്കാരത്തോടെ മാത്രമേ ഇടപെടുകയുള്ളൂ എന്ന് തെളിയിക്കുന്നത് എത്ര ഊഴം ഭരിച്ച സർക്കാരിനായാലും നന്നല്ല. ക്രൈസ്തവരോട് ഇതൊക്കെ ചെയ്യാൻ സർക്കാർ ധൈര്യപ്പെടുന്നതിന് കാരണം ഒന്നേയുള്ളൂ: 4 ക്രൈസ്തവർക്ക് 5 കൂറും 10 വഴിയും. അത് സർക്കാരും മനസ്സിലാക്കിയിരിക്കുന്നു. കത്തോലിക്ക സഭാ സമൂഹത്തെ മാത്രം എടുത്താലും സീറോ മലബാർ സഭയെ തനിച്ചെടുത്താലും കാഴ്ച ഇത് തന്നെയല്ലേ? സഭാ നേതൃത്വത്തോടുള്ള ധിക്കാരവും തങ്ങൾ അവരെക്കാൾ വിശുദ്ധരും കേമപ്പെട്ടവരും എല്ലാം അറിയുന്ന പ്രബുദ്ധരുമാണെന്ന മട്ടും ബുദ്ധിജീവി ഭാവവും പലരെയും പിടികൂടിയിട്ടുണ്ട്. കയ്യിലെ പണം തങ്ങളെ സഭാ നേതൃത്വത്തെക്കാൾ
വലിയവരാക്കിയിരിക്കുന്നു എന്ന് കരുതുന്നവരാണ് വേറെ ചിലർ. വൈദിക നേതൃത്വത്തെ അധിക്ഷേപിക്കുന്നതും വിമർശിക്കുന്നതും തങ്ങളെ മറ്റുള്ളവരുടെ മുമ്പിൽ ആളാക്കുമെന്ന ചിന്തയാണ് മറ്റു ചിലർക്ക്. മതനിരപേക്ഷതയുടെയും സ്വതന്ത്ര ചിന്തയുടെയും വേഷം കെട്ടുന്നതും ഇക്കൂട്ടർ. ഒരിക്കൽ തൊട്ടുപൊള്ളിയതിൻ്റെ അനുഭവത്തിൽ CPM-നോട് പാലിക്കേണ്ട സാമൂഹിക രാഷ്ട്രീയ അകലം എത്രയോ മുമ്പേ തിരിച്ചറിഞ്ഞ നേതാവാണ് AK ആന്റണി. അദ്ദേഹവും കോൺഗ്രസും പഠിച്ച കാര്യം ഗ്രഹിക്കാതെ പുത്തൻ ബാന്ധവത്തിന് പോയവരും രാഷ്ട്രീയ ക്രൈസ്തവരുടെ ഗണത്തിലുണ്ട്. മതനേതാവോ മതത്തിലെ രാഷ്ട്രീയ നേതാവോ മതത്തിനു വേണ്ടി പറയുന്നത് കേട്ടാൽ ഒന്നിച്ചുണരുന്ന സമുദായം ഒരു വശത്ത്, ക്രൈസ്തവരെ ബാധിക്കുന്ന പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടിയാൽ അത് സഭാ നേതൃത്വത്തിന്റെ തനതു കാര്യമെന്ന മട്ടിൽ മാറി നിൽക്കുന്ന ക്രൈസ്തവ സമൂഹം മറ്റൊരു വശത്ത്. ക്രൈസ്തവർ ഇങ്ങനെയായിരിക്കുവോളം രാഷ്ട്രീയ അധികാരികൾക്ക് കാര്യങ്ങൾ എളുപ്പം. കുറ്റം സർക്കാരിനല്ല, മാറ്റാൻ കഴിയാത്ത തോലുമായി ഇടതുപക്ഷം അതിൻ്റെ ധർമ്മം നിർവഹിക്കുന്നു. മതേതരരും സർവജന പ്രീണകരുമെന്നു കാണിക്കാൻ വെമ്പി നിൽക്കുന്ന ക്രൈസ്തവരുടെ കയ്യിലിരിപ്പ് സർക്കാർ മുതലാക്കുന്നു. അല്ലാതെ എന്ത്? ഗവർണറുടെ ക്രിസ്തുമസ് വിരുന്നിനുള്ള ക്ഷണം മന്ത്രിമാർ തള്ളിയെങ്കിൽ അത് ക്രൈസ്തവർക്കോ സമൂഹത്തിനോ ഹൃദയാഘാതമൊന്നും വരുത്താൻ പോകുന്നില്ല. പക്ഷേ സർക്കാരിൻ്റെ മുഖം അതിൽ തെളിയുന്നു എന്നു മാത്രം. ഗവർണറുമായുള്ള അഭിപ്രായ ഭിന്നതയുടെ പേരിൽ ഉപേക്ഷിച്ചു തള്ളാവുന്നത്ര പ്രാധാന്യവും വിലയുമേ ഈ പരിപാടിക്കും ബന്ധപ്പെട്ട സമൂഹത്തിൻ്റെ വികാരങ്ങൾക്കും സർക്കാർ കൽപ്പിക്കുന്നുള്ളൂ. ബഹിഷ്കരണ നടപടിയിൽ വായിക്കാൻ കഴിയുന്നത് ഇങ്ങനെയൊരു പ്രസ്താവനയാണ്. മറ്റൊരു സമൂഹത്തിന്റെ ആഘോഷമെങ്കിൽ സർക്കാർ ഇങ്ങനെ ചെയ്യുമായിരുന്നു എന്ന ചോദ്യവും ഒപ്പമുണ്ട്. ഇത്തരം വിമർശനം പോലും ഇടതു സർക്കാരും നേതാക്കളും ഭൂഷണമായി എടുക്കൂ എന്നറിയാം. കാരണം പ്രിയ സമൂഹത്തെ കൂറു ബോധ്യപ്പെടുത്താൻ ക്രൈസ്തവരോടുള്ള വിവേചനത്തെക്കാൾ വലിയ സാക്ഷ്യം വേണ്ടല്ലോ. മത്സ്യത്തൊഴിലാളികളെയും ലത്തീൻ സമുദായത്തെയും ദ്രോഹിച്ചതിന്റെ പിറ്റേന്ന് ക്രിസ്മസ് വിരുന്നിന് പോകാനുള്ള മടി വല്ല മന്ത്രിമാർക്കും ഉണ്ടാവോ ആവോ? അതാണ് കാരണമെങ്കിൽ ക്രൈസ്തവർക്ക് പറയാൻ ഇതേയുള്ളൂ. ക്രിസ്തുമസിന്റെ അന്തസത്ത അങ്ങനെ ആരെയും ലജ്ജിപ്പിക്കുന്നതല്ല. എല്ലാവർക്കുമായി ഭൂമിയിൽ അവതരിച്ച സ്നേഹമൂർത്തിയുടെ സമാധാന ദാനമാണ് ക്രിസ്തുമസിന്റെ സമ്മാനം. അവിടെ വേറൊന്നും പരിഗണനയിലില്ല. സമാധാനം കൈപ്പറ്റാൻ സന്മനസ് വേണമെന്നു മാത്രം. അല്ലാഞ്ഞാൽ സമാധാനം കയ്യിലിരിക്കും, ഹൃദയത്തിന് അതനുഭവിക്കാൻ കഴിയുകയില്ല. ഒരു വട്ടം കൂടി പറയട്ടെ, എന്തു ന്യായത്തിലായാലും ക്രിസ്തുമസ് വിരുന്നിൽ നിന്ന് സ്വയം വിട്ടുനിൽക്കാനുള്ള അപകർഷമോ രാഷ്ട്രീയ പകയോ ഭരണാധികാരികൾക്ക് ആശ്വാസ്യമായിരുന്നില്ല. അക്കാര്യത്തിൽ ലജ്ജയോ അകൽച്ചയോ ഉള്ളവർ സ്വന്തം ഉള്ളു ചികഞ്ഞ് പരിശോധിക്കേണ്ടത് തന്നെ. രാജ്യത്തെ ക്രൈസ്തവർക്ക് പശ്ചാത്താപത്തോടെയല്ലാതെ ഫാദർ സ്റ്റാനിസ്ലാവുസ് ലൂർദ് സ്വാമി എന്ന സ്റ്റാൻ സ്വാമി അച്ഛനെ ഓർമ്മിക്കാനാകുമോ? ചെയ്യാത്ത കുറ്റത്തിന് ആരോ ചമച്ച കള്ളത്തെളിവിന്റെ പേരിൽ 84 വയസ്സിൽ അദ്ദേഹത്തിന് തടവറയിൽ മരണം വിധിച്ചത് ഭരണാധികാരികളുടെ ക്രൂരതയ്ക്കൊപ്പം ക്രൈസ്തവ സമൂഹത്തിന്റെ നിസ്സംഗത കൂടിയല്ലേ? ഖനി തൊഴിലാളികൾക്ക് വേണ്ടി പ്രവർത്തിച്ചതിന്റെ പേരിൽ അദ്ദേഹത്തെ ഇല്ലാതാക്കാൻ ആഗ്രഹിച്ചവരെ അറിയാതെയെങ്കിലും സഹായിച്ചത് ക്രൈസ്തവ സമൂഹത്തിന്റെ നിശബ്ദതയല്ലേ? ഈ മനസ്താപത്തോടെ മറ്റൊരു ചോദ്യം നമുക്ക് ചോദിക്കാം. ഫാദർ സ്റ്റാൻ സ്വാമിയും വിഴിഞ്ഞവും തമ്മിൽ എന്തു ബന്ധം? അതൊരു പരോക്ഷ വൈരുദ്ധാത്മക ബന്ധമാണ്. സ്റ്റാൻ സ്വാമി അച്ഛൻ നീതി പോരാളിയാകുമ്പോൾ വിഴിഞ്ഞത്ത് സമരത്തിൽ പങ്കെടുത്ത വൈദികർ കലാപകാരികളാകുന്ന വൈരുദ്ധാത്മകത. ഫാദർ സ്റ്റാൻ സ്വാമിയോട് NIA ഉദ്യോഗസ്ഥർ ചെയ്തത് തന്നെ വിഴിഞ്ഞത്തെ മത്സ്യത്തൊഴിലാളി സമൂഹത്തോട് ഇടതുപക്ഷ സർക്കാർ ചെയ്ത കാഴ്ച. ആദിവാസികൾക്ക് വേണ്ടി പ്രവർത്തിച്ച ഫാദർ സ്റ്റാൻ സ്വാമിക്ക് നീതി നിഷേധിക്കപ്പെട്ടു എന്ന് പറഞ്ഞവർ തന്നെ വിഴിഞ്ഞത്തെ മത്സ്യത്തൊഴിലാളികൾക്ക് വേണ്ടി പ്രവർത്തിച്ചവരെ തീവ്രവാദികളും കലാപകാരികളുമെന്ന് മുദ്ര കുത്തിയ വൈരുദ്ധ്യം പലരും ഓർക്കുന്നുണ്ടോ എന്നറിയില്ല. ഒരു സമൂഹ മാധ്യമ അവതാരകയുടെ പഴയ വാക്കുകൾ. ഇന്നലെ ഒരു മാവോയിസ്റ്റ് ഭീകരൻ ചത്തതിന് രാജ്യത്തെ ദേശീയ അന്വേഷണ ഏജൻസി, കോടതി, കേന്ദ്ര സർക്കാർ എന്നിവർക്കൊക്കെ എതിരെ മാധ്യമങ്ങളിൽ ഇന്ന് അന്തിച്ചർച്ച നടത്തി വിധിന്യായം നടത്തുകയായിരുന്നു ചില ആൾക്കാർ.
ആ മാവോയിസ്റ്റ് ഭീകരൻ ആരെന്നറിയുമോ? ഫാദർ സ്റ്റാൻ സ്വാമി. 17 മാസം മുമ്പാണ് സ്വതന്ത്ര ചിന്തകൻ എന്നറിയപ്പെടുന്ന അവതാരക ഇത് പറഞ്ഞത്. വേറെയും പലരും പ്രഖ്യാപിച്ചു. ഫാദർ സ്റ്റാൻ സ്വാമി മാവോയിസ്റ്റ് തന്നെ. ചത്ത മാവോയിസ്റ്റ് ഭീകരൻ എന്ന് വയോധികനായ സ്റ്റാൻ സ്വാമി അച്ഛന് വിളിക്കാൻ അവര് ധൈര്യപ്പെടുത്തിയത് രാജ്യത്തെ നിയമപാലന സംവിധാനത്തിന്റെ ക്രൂരത. അവരെ തെറ്റിദ്ധരിപ്പിച്ചത് രാജ്യസുരക്ഷയുടെ താക്കോൽവാഹികളെന്ന്. ഹിന്ദുത്വവാദികളടക്കം ആരൊക്കെയോ സ്ഥാനത്തും അസ്ഥാനത്തും വാഴ്ത്തി പറയുന്ന അന്വേഷണ ഏജൻസിയുടെ മുദ്രകുത്തൽ. സ്റ്റാൻ സ്വാമി അച്ഛനെ തുറുങ്കിലടച്ചവർ ലക്ഷ്യം നേടി. വയോധിക വൈദികനായ മനുഷ്യാവകാശ പ്രവർത്തകൻ പുറത്തു വരരുതെന്ന ലക്ഷ്യം. മാവോയിസ്റ്റ് തീവ്രവാദി എന്ന ആരോപണത്തോടെ തന്നെ അദ്ദേഹത്തിന്റെ ജീവിതം അവസാനിക്കണമെന്ന ലക്ഷ്യം. 9 മാസത്തോളം തടവിലടച്ചിട്ടും അദ്ദേഹത്തെ ചോദ്യം ചെയ്യാനോ തന്റെ ലാപ്ടോപ്പ് ഹാക്ക് ചെയ്യപ്പെട്ടതാണെന്ന അദ്ദേഹത്തിന്റെ പക്ഷം പരിശോധിക്കാനോ പോലും ഉദ്യോഗസ്ഥർ തയ്യാറായില്ല. UAPA നിയമത്തിന്റെ കാഠിന്യം ഉപയോഗിച്ച് ജാമ്യവും സ്വതന്ത്ര വായുവും മാത്രമല്ല അവശ്യ സൗകര്യങ്ങൾ പോലും നിഷേധിച്ച് ദുരിതത്തിലേക്ക് അദ്ദേഹത്തെ ചവിട്ടി താഴ്ത്തുകയായിരുന്നു. NIA ഉദ്യോഗസ്ഥരുടെ ശാഠ്യത്തിനപ്പുറം അദ്ദേഹത്തിന് നീതി നൽകാൻ നീതിപീഠങ്ങൾ പോലും പരാജയപ്പെട്ടു. ആ ബോധ്യം കൊണ്ട് തന്നെയാകാം ഫാദർ സ്റ്റാൻ സ്വാമിയുടെ മരണമറിഞ്ഞ് വാക്കുകൾ കിട്ടുന്നില്ല, അദ്ദേഹത്തിന്റെ ആത്മാവിനെ നിത്യശാന്തി നേരുന്നു എന്നിങ്ങനെ ന്യായാധിപന്മാർ പറഞ്ഞുപോയത്. പക്ഷേ ന്യായാധിപന്മാർ അച്ഛനെ കുറിച്ച് പറഞ്ഞ നല്ല വാക്കുകൾ പിൻവലിക്കാനുള്ള ക്രൂരതയും ഉദ്യോഗസ്ഥർക്കുണ്ടായി. ഇപ്പോഴിതാ സ്റ്റാൻ സ്വാമി അച്ഛൻ തന്നെ അറസ്റ്റ് ചെയ്തവരടക്കം സർവരോടും പറഞ്ഞത് ശരിയെന്ന് തെളിഞ്ഞിരിക്കുന്നു. അദ്ദേഹത്തിന്റെ ലാപ്ടോപ്പ് ഹാക്ക് ചെയ്തവരാണ് മാവോയിസ്റ്റ് ബന്ധമുള്ള വിവരങ്ങൾ തിരികെ കയറ്റിയതെന്ന് വ്യക്തമാകുമ്പോൾ അന്വേഷണ ഏജൻസിയുടെ ക്രൂരതയ്ക്ക് എന്തു പരിഹാരമാണ് സാധ്യമാകുക? ചോദ്യം ഇവിടെ തീരുന്നില്ല. അച്ഛനെ കുടുക്കിയത് ആരെന്നും അതുമായി ഉദ്യോഗസ്ഥർക്കോ അധികാരികൾക്കോ പങ്കുണ്ടോ എന്നുകൂടി അറിഞ്ഞാലേ സത്യം പൂർണ്ണമാകൂ. സ്റ്റാൻ സ്വാമി അച്ഛൻ തിരിച്ചു വരില്ല. നീതിയും ദയയും നിഷേധിക്കപ്പെടുന്ന അനേകർക്ക് താൻ ആർക്കു വേണ്ടി ജീവസാക്ഷിയായോ അവർക്ക് അദ്ദേഹം മോചന ദ്രവ്യമായി മാറുമോ? ഉത്തരം പറയേണ്ടത് കാലമാണ്. എങ്കിലും പ്രത്യാശിക്കാം, സ്റ്റാൻ സ്വാമി അച്ഛന്റെ ജീവാർപ്പണം ഫലം പുറപ്പെടുവിക്കുക തന്നെ ചെയ്യുമെന്ന്. സ്റ്റാൻ സ്വാമി അച്ഛനു വേണ്ടി പലതും ചെയ്യാമായിരുന്നു എന്ന് ഇപ്പോൾ വിശ്വാസികൾക്ക് തോന്നിയേക്കാം. കുറഞ്ഞ പക്ഷം അദ്ദേഹത്തിന്റെ ജീവന് വേണ്ടി മുറവിളി കൂട്ടാമായിരുന്നു എന്തെങ്കിലും. ഈ ഘട്ടത്തിൽ മറ്റൊരു ചോദ്യം. ഫാദർ സ്റ്റാൻ സ്വാമിക്ക് നീതി നിഷേധിക്കപ്പെട്ടു എന്ന് പറഞ്ഞവർ വിഴിഞ്ഞത്തെ മത്സ്യത്തൊഴിലാളികൾക്കും അവർക്കൊപ്പം സമരത്തിൽ നിലകൊണ്ടവർക്കും നീതി നിഷേധിക്കപ്പെട്ട് എന്ന് പറയുമോ? രാഹുൽ ഗാന്ധിയും മുഖ്യമന്ത്രി പിണറായി വിജയനും ഉമ്മൻചാണ്ടിയും ഒക്കെ പറഞ്ഞതിൽ കുപിതരായ ചിലർക്കൊപ്പമാണ് തുടക്കത്തിൽ പറഞ്ഞ അവതാരകയും അച്ഛനെ നിന്ദിച്ചത്. അച്ഛന് നീതി നിഷേധിക്കപ്പെട്ടു എന്ന് പറഞ്ഞ ഭരണാധികാരി മത്സ്യത്തൊഴിലാളികൾക്ക് നീതി ലഭിക്കാൻ സമരം ചെയ്തവരെയും അവർക്കൊപ്പം നിലകൊണ്ടവരെയും കലാപകാരികൾ എന്ന് വിളിച്ചതിലെ അതിക്രമത്തിന് ആരും മറുപടി നൽകും? സ്റ്റാൻ സ്വാമി അച്ഛന്റെ മാതൃകയിലാണ് വിഴിഞ്ഞത്ത് വൈദിക നേതൃത്വം മത്സ്യത്തൊഴിലാളികൾക്ക് വേണ്ടി നിലകൊണ്ടത്. NIAയുടെ തെറ്റായ ആരോപണത്തിന്റെ കെണിയിൽ കേരളത്തിലെ അവതാരക വരെയും വീണു. അതേ സ്ഥാനത്ത് വിഴിഞ്ഞം സമരത്തിനെതിരെ സംസ്ഥാന സർക്കാർ ഒരുക്കിയ പ്രചാരണ കെണിയിൽ സമൂഹത്തിലെ ഏറെ പേർ കുടുങ്ങി എന്നതാണ് മിച്ച സത്യം. പല ഘട്ടങ്ങളിലായി ഒരുക്കിയെടുത്ത് നടപ്പാക്കിയ മുദ്ര ചാർത്തൽ ഒടുവിൽ സ്റ്റാൻ സ്വാമി അച്ഛന് NIA നൽകിയ തീവ്രവാദി മുദ്ര ഇടതു സർക്കാർ വിഴിഞ്ഞം സമരക്കാർക്കും സമ്മാനിച്ചു. നാളുകൾ കൊണ്ട് അവർക്കെതിരെ ഒരുക്കിയ കെണി വിഴിഞ്ഞം സമരം ഒത്തുതീർക്കുമെന്ന് 2 മാസം മുമ്പ് സർക്കാർ അദാനിക്ക് ഉറപ്പ് നൽകുമ്പോൾ തന്നെ ഉള്ളിലുറപ്പിച്ച കാര്യം വൈദികരെയും സമരക്കാരെയും തീവ്രവാദികളും കലാപകാരികളുമാക്കി. ഏറ്റവും ഒടുവിൽ ഏറ്റുമുട്ടലിന്റെയും ആക്രമണത്തിന്റെയും ആസൂത്രിത രംഗമൊരുക്കി അത് നടപ്പാക്കി. ഇപ്പോൾ ഫാദർ സ്റ്റാൻ സ്വാമി ദ്രോഹിക്കപ്പെട്ടതിലെ ദുഷ്ടത രാജ്യത്തിന് വെളിപ്പെടുമ്പോൾ ഇടത് സർക്കാരിന് മുമ്പിലുമുണ്ട് ചോദ്യങ്ങൾ, ലളിതമായ ചോദ്യങ്ങൾ.
വിഴിഞ്ഞം സംഭവത്തിൽ സ്വന്തം മനസാക്ഷി പരിശോധിക്കാൻ സംസ്ഥാനത്തെ ഭരണാധികാരികൾ തയ്യാറാകുമോ? സ്റ്റാൻ സ്വാമിയച്ചനെ തീവ്രവാദി എന്ന് മുദ്ര കുത്തിയ ചിലരുടെ പിന്തുണയോടെ മത്സ്യത്തൊഴിലാളി സമരത്തെ തകർത്തതിലെ വഞ്ചന തങ്ങളോടു തന്നെ സമ്മതിക്കുമോ? ഭയം വേണ്ട, കരുതൽ മതി. കോവിഡിനെ കുറിച്ചല്ല, ചില ചാനലുകളെ കുറിച്ച്. അവ നന്നാകുമെന്ന് കരുതിയിരിക്കുന്നതും കോഴിപ്പാലിന് കാത്തിരിക്കുന്നതും ഒരുപോലെ. ക്രൈസ്തവർ പരിശീലിക്കേണ്ടത് സോഷ്യൽ മീഡിയ അടക്കം ഇത്തരം ചാനലുകളോട് രോഷം കൊള്ളാനല്ല, പകരം ഇവയും ഓരിയിടുന്ന തെരുവു നായക്കൂട്ടവും തമ്മിലുള്ള സമാനതയെക്കുറിച്ച് നിരന്തരം സ്വയം ഓർമ്മിപ്പിക്കുക എന്നത് മാത്രമാണ്. ആനയുടെ ശക്തി ഉണ്ടായിട്ടല്ല, കടിച്ചു കീറുന്ന പല്ലും രക്തം നുണയുന്ന നാവും പേവിഷം പകർന്നേക്കാവുന്ന ഉമിനീരും ഉള്ളത് കൊണ്ട് മാത്രം അവയെ ഭയന്നേ മതിയാകൂ. ആർക്കും സ്വസ്ഥത വേണ്ടുന്നവർ പൊതുസ്ഥലത്തെ മാലിന്യം തിന്നു വീർത്തും പെരുകയും വരുന്ന തിരക്കുകളെ അവയുടെ വഴിക്ക് വിടാൻ നിർബന്ധിതരാകും. അത്തരത്തിൽ പെരുമാറുന്ന ചാനലുകളാണെങ്കിൽ അവയുടെ വാക്കുകളിലെ നീച സ്വഭാവം തിരിച്ചറിഞ്ഞ് പുറന്തള്ളുക. ഇപ്പോഴിത് പറയുന്നത് ചെറുതെന്ന് തോന്നാവുന്ന ഒരു വാർത്തയുടെ മാത്രം അടിസ്ഥാനത്തിൽ സീറോ മലബാർ സഭയുടെ പരമാധ്യക്ഷനായ മേജർ ആർച്ച് ബിഷപ്പ് കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി ഒരു കേസിന്റെ വിചാരണ നടപടികൾക്കായി മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാകണമെന്ന അവസ്ഥ. ഏറെ തിരക്കും ഉത്തരവാദിത്തങ്ങളുമുള്ള ശുശ്രൂഷയിലിരിക്കുന്ന അദ്ദേഹം കോടതിയിൽ നേരിട്ട് ഹാജരാകുന്നതിൽ നിന്ന് ഒഴിവ് തേടി. ക്രമാനുസൃതം സുപ്രീം കോടതിയെ സമീപിക്കുന്നു. ലഭിക്കായകയാൽ കോടതിയിൽ ഹാജരാകാൻ അവധി തേടുന്നു. അത് കോടതി അനുവദിക്കുന്നു. ഈ സംഭവങ്ങളിലൊന്നും ആലഞ്ചേരി പിതാവ് നിയമത്തെ വെല്ലുവിളിക്കുന്നില്ല, കോടതിയെ അനാദരിക്കുന്നില്ല, പദവിയുടെ വലുപ്പം ആരോടും ഭാവിക്കുന്നില്ല. രാജ്യത്തെ ഏതു പൗരനും നിയമാനുസൃതം അവലംബിക്കാവുന്ന മാർഗങ്ങൾ അവലംബിച്ചാണ് അദ്ദേഹം നീങ്ങിയത്. ഈ വാർത്തയ്ക്ക് ചാനലുകൾ നൽകിയ തലവാചകങ്ങളാണ് അവയുടെ സ്വഭാവം വെളിപ്പെടുത്തിയത്. കർദിനാൾ മാർ ആലഞ്ചേരിക്ക് കോടതിയിൽ ഹാജരാകാൻ സാവകാശം എന്ന വസ്തുത അതേപടി അവതരിപ്പിച്ച മനോരമ ചാനലും റേറ്റിംഗ് ആവശ്യമുള്ള ചാനൽ തന്നെ. പക്ഷേ അവർ ഇക്കാര്യത്തിൽ നിലവാരം കാത്തു. എന്നാൽ മറ്റു ചില ചാനലുകൾ തങ്ങളുടെ ക്ഷുദ്ര സ്വഭാവം തന്നെ വെളിപ്പെടുത്തി കോടതിയെ വെല്ലുവിളിക്കുന്നവരാണ് സഭാധികാരികൾ എന്ന ധാരണ പരത്താനെന്ന വണ്ണം മാർ ആലഞ്ചേരി കോടതിയിൽ ഹാജരാകില്ല എന്ന് ചിലരുടെ തലവാചകം. അവരുടെ ലക്ഷ്യം മറ്റൊന്നുമല്ല, നിയമനിഷേധത്തിന്റെ നിഴൽ പിതാവിന്റെ മേൽ വീഴ്ത്തുക, പിതാവിനെയും സഭാ നേതൃത്വത്തെയും തിരുസഭാ സമൂഹത്തെ തന്നെയും പൊതുസമൂഹത്തിൽ ധിക്കാരികളെന്ന് ചെറുതായെങ്കിലും ചിത്രീകരിക്കുക, കഴിയുമെങ്കിൽ അദ്ദേഹത്തിനെതിരെ മുൻവിധി സൃഷ്ടിക്കുക. മറ്റൊരുവിന്റെ തലവാചകം ആർച്ച് ബിഷപ്പിന് കൊമ്പുണ്ടോ എന്ന്. ഈ രാജ്യത്ത് ജീവിക്കുന്ന ഏതു പൗരനും അവലംബിക്കാവുന്ന വഴികൾ അവലംബിച്ചതിനെ ഇത്തരത്തിൽ കുറിക്കുന്നത് ബുദ്ധിയിൽ പേവിഷം കയറിയതിന്റെ ലക്ഷണമാണോ? അറിയില്ല. കൊമ്പുള്ളവരാണോ നിയമം അനുവദിക്കുന്ന പ്രക്രിയയിൽ അവലംബിക്കുന്നത്? അതോ ഇത്തരം ക്ഷുദ്ര ചാനലുകളുടെ അനുവാദം വാങ്ങിയിട്ട് വേണോ ആരെങ്കിലും തങ്ങളുടെ വഴികൾ തെരഞ്ഞെടുക്കേണ്ടത്? തിരുസഭയുടെ ദൈവവിരചിതമായ സംരക്ഷണ മതിലിന് ചുറ്റും നടന്ന് സഭയെ ദ്രോഹിക്കാൻ വഴി തേടുന്നവർ വിജയം കാണാതെ കിട്ടുന്ന കച്ചിത്തുരുമ്പിനൊക്കെ തീ കൊളുത്തേറിയാൻ നിരന്തരം ശ്രമിക്കുന്നു. യൂട്യൂബ് ചാനലുകളിൽ അത് ചെയ്യുന്നത് ഉദരപൂരണത്തിനുള്ള വേലയെന്ന് കരുതി സഹതാപത്തോടെ അവഗണിക്കാം. വയർ നിറയ്ക്കാനുള്ള അവരുടെ പെടാപ്പാട് മനസ്സിലാകും. എന്നാൽ ചില മുഖ്യധാര ചാനലുകളിലെ ചിലർ അത് ചെയ്യുന്നതിനെ എങ്ങനെ വിശേഷിപ്പിക്കും? തിരുസഭയെ നയിക്കുന്ന ആന്തരിക ശക്തിയെ അറിയാത്തവർ, തിരുസഭ എന്തെന്നറിയാത്തവർ വൈദികരെയും സഭാ നേതൃത്വത്തെയും നിരന്തരം പഴിച്ചും അധിക്ഷേപിച്ചും കൂലി തരപ്പെടുത്തുന്നു. നിഗൂഢമായ എന്തോ ചാരിതാർത്ഥ്യവും മറ്റൊന്നും അറിയില്ലെങ്കിലും വിശുദ്ധ ഗ്രന്ഥത്തിലെ രണ്ടു കാര്യങ്ങൾ അവർക്കറിയാം. ഒരു കരണത്തടിച്ചാൽ മറ്റേ കരണം കാട്ടിക്കൊടുക്കുക എന്ന തിരുവചനവും യേശുനാഥൻ കച്ചവടക്കാരെ ദേവാലയത്തിൽ നിന്ന് തുരത്തിയതും. രണ്ടും വൈദികരെ വിമർശിക്കാൻ പോകുന്ന ആയുധങ്ങൾ എന്ന മട്ടിലാണ് അവരുടെ പ്രയോഗം. എറണാകുളം അങ്കമാലി രൂപതയിലെ വിശുദ്ധ കുർബാന സംബന്ധിച്ച തർക്കം സഭയുടെ മതിലിനകത്തു കയറാൻ തങ്ങൾക്ക് കിട്ടിയ തക്കമായി
ചില അവതാരകർ കരുതുന്നു. തിരുസഭയിലെ തന്നെ ദിശ പിശകിയവരുടെ സഹായത്താൽ കിട്ടുന്ന അവസരം ബൊനാൻസ അടിച്ചതുപോലെ. പക്ഷെ അവരുടെ ലജ്ജാകരമായ അജ്ഞതയാൽ അവർ അപകടകാരികളാണ്. സീറോ മലബാർ സഭാ സമൂഹത്തിലെ തികച്ചും ആഭ്യന്തരമായ വിഷയത്തിൽ കുറെ പേരെയെങ്കിലും തെറ്റിദ്ധരിപ്പിക്കണം എന്ന് കരുതുന്നവർ, അവരോട് ഒന്ന് പറയാനുണ്ട്. തിരുസഭാ വിരോധത്താലോ വിമതരുടെയും കരിയാടുകളുടെയും പ്രേരണയാലോ സ്വന്തം അജ്ഞതയാലോ ചെയ്യുന്ന അകൃത്യം നിങ്ങളെ തന്നെയാണ് അപഹാസ്യരാക്കുന്നത്. ഈ പറഞ്ഞത് അവർ ഗൗനിക്കുമെന്ന് കരുതിയിട്ടല്ല, പക്ഷേ വിശ്വാസികൾക്ക് തിരിച്ചറിവും കരുതലും വേണം. അതുമാത്രമാണ് പ്രത്യൗഷധം. കാണാത്തതും കേൾക്കാത്തതും അടുത്ത ആഴ്ച ഇതേ സമയം.